നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഓരോ സംസ്ഥാനത്തും ജനങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നമ്മളിപ്പോൾ കണ്ടത്. ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇടപെടാറില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് പ്രശ്നം സൃഷ്ടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പറന്നെത്തും അവിടെ നിമിഷ നേരം കൊണ്ട്. ഹത്രസിലെത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അവിടെ വൻ ഷോ കാണിക്കുകയും മുതലക്കണ്ണീർ ഒഴുകുകയും ചെയ്തതോടെ ഗോ ബാക്ക് അഥവാ വാപ്പസ് ജാവോ എന്ന മുദ്രാവാക്യവുമായി ഹത്രസിലെ ജനങ്ങൾ തടിച്ചുകൂടി. ഹത്രസിലെത്തുന്നു എന്നറിഞ്ഞതോടെ രാഹുലിനെ തടയാൻ പോലീസും ഒപ്പം ജനങ്ങളും ഉണ്ടായിരുന്നു പോലീസിന്റെ കൂടെ തന്നെ. രാഹുലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഹത്രസിൽ അതീവ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്. ഇന്നലെ സംഭാൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട കുടുംബത്തെ രാഹുലും പ്രിയങ്കയും കണ്ടിരുന്നു. മോദി സർക്കാരിനെതിരെ വർഗീയ പരാമർശം നടത്താൻ അന്ന് രാഹുൽ ശ്രമിച്ചു. ഇതിന് പിന്നാലെയാണ് ഹത്രസിലേക്കുള്ള രാഹുലിന്റെ സന്ദർശനം. 2020 ഹത്രസിൽ ചെയ്യപ്പെട്ട അതായത് ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ കുടുംബം താമസിക്കുന്ന ബുൽഗാരി ഗ്രാമത്തിൽ രാഹുലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു. 2020 രാഹുൽ ഹത്രസിൽ പെൺകുട്ടിയുടെ കുടുംബത്തെ നേരിട്ടെത്തി കണ്ടിരുന്നു. അതേസമയം രാഹുലിന്റെ സന്ദർശനത്തിൽ പ്രതികരണവുമായി ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക് രംഗത്തെത്തി. രാഹുൽ ഗാന്ധി നിരാശയുടെ ഇരയാണെന്നും ഹത്രസ് കേസ് CBI അന്വേഷിച്ചതാണെന്നും അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലേ എന്നും ബ്രിജേഷ് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഉത്തർപ്രദേശിൽ ക്രമസമാധാനത്തിലും അടിയന്തര സൗകര്യങ്ങളുടെ കാര്യത്തിലും 1ാം സ്ഥാനത്തേക്ക് മുന്നേറുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കോൺഗ്രസും രാഹുലും ഉത്തർപ്രദേശിനെ അരാജകത്വത്തിന്റെ തീയിലേക്ക് വലിച്ചെറിയാൻ ആഗ്രഹിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. നിങ്ങളുടെ ആളുകൾ ഇളക്കി വിടാൻ ആഗ്രഹിക്കുകയാണ്, അതായത് കോൺഗ്രസ് ആളുകളെ ഇളക്കി വിടുന്നു, ദയവായി ഇത് ചെയ്യരുതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2020 സെപ്റ്റംബർ 14 ഹത്രസിൽ 19-കാരിയായ ദളിത് യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം 4 വർഷം കഴിഞ്ഞിട്ടും പെൺകുട്ടിയുടെ കുടുംബം ഇതുവരെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിട്ടില്ല. തങ്ങൾ ഇപ്പോഴും നീതിക്കായി കാത്തിരിക്കുകയാണെന്ന് കുടുംബം പറയുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്ക് ജോലിയും വീടും ഉൾപ്പെടെ സർക്കാർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത് അവർക്ക് കിട്ടുകയും ചെയ്തു. 3 പ്രതികളെ വെറുതെ വിടുകയും ഒരാളെ മാത്രം ജീവപര്യന്ത കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റവാളികളെ മോചിക്കപ്പെട്ടതോടെ തങ്ങൾക്ക് നീതി നിഷേധിച്ചു എന്ന് രാഹുൽ ഗാന്ധി കുടുംബത്തോട് പറഞ്ഞതോടുകൂടിയാണ് ഹത്രസിലെ കുടുംബം ഒന്നടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി തടിച്ചുകൂടിയത്. അവസാനം രാഹുലും പ്രിയങ്കയും അവിടെ ജീവനം കൊണ്ട് ഓടി. ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എത്തേണ്ട രാഹുൽ ഗാന്ധി ആ സമയത്ത് അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഡൽഹിയിൽ ചെന്ന് കർഷകരെ എരുതിയിൽ എണ്ണ ഒഴിച്ച് അവരെ അനാവശ്യമായ രീതിയിൽ ഇളക്കി വിടാനും ഹത്രസിൽ ഏതൊക്കെ രീതിയിലെ പ്രശ്നങ്ങൾ കത്തിച്ചു വിട്ട് അവിടെ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ പറ്റുമോ അതെല്ലാം രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട്. ഈ രാഹുലിനും പ്രിയങ്കയ്ക്കും എന്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് പൊയ്ക്കൂടാ? അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്, ഇതൊന്നും രാഹുൽ ഗാന്ധി കാണുന്നില്ല എന്ന് ജനങ്ങളും നവമാധ്യമങ്ങളും ഒന്നടക്കം ചോദിക്കുന്നുണ്ട്. ജോർജ് സോറസിന്റെ ഓരോ നീക്കങ്ങളും, അതായത് ജോർജ് സോറസ് ഓരോ ദിവസവും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും ചാർട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാമാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തുന്നത്. ഇന്ന് രാഹുലിന് ജോർജ് സോറസ് ചാർട്ട് ചെയ്ത് കൊടുത്തത് ഹത്രസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹത്രസിലേക്ക് എത്തിയത്.